കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ കെ.സി. വേണുഗോപാൽ യോഗ്യനാണെന്ന് താരിഖ് അൻവർ പറയുന്നു. സംഘടനാ ചുമതലയുള്ള നേരത്തെ ഉണ്ടായിരുന്ന ആളാണ്, കേരളത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ കെ.സി. വേണുഗോപാലിനെയാണ് കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യം. രാഹുൽ ഗാന്ധി ഒന്നും പറഞ്ഞിട്ടില്ല, രാഹുൽ ഗാന്ധിയുടെ തീരുമാനം അനുസരിച്ചാണ് കാര്യങ്ങൾ വരാൻ പോകുന്നതെന്നും താരിഖ് അൻവർ പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കെ.സി. വേണുഗോപാൽ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ കെ.സി. വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും അല്ലേ? UDF ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിലുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ അതെ. സംസാരിക്കുന്നത്. പക്ഷേ ഈ താരിഖ് അൻവർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കോൺഗ്രസ്സിൽ ഒരുപാട് മുതിർന്ന നേതാക്കന്മാർ ഇപ്പോഴും ഉണ്ട്. കോൺഗ്രസ് ഒരു പഴയ പാരമ്പര്യമുള്ള കക്ഷിയാണല്ലോ. അപ്പോൾ കോൺഗ്രസ് നന്നാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ദേശീയ നേതൃത്വത്തിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ രാഹുൽ ഗാന്ധിയുടെ ഒരുപാട് ജനറൽ സെക്രട്ടറിമാരുണ്ട്. കെ.സി. വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ മുഖ്യ ഉപദേഷ്ടാവ് എന്ന് പറയുന്നത് കെ.സി. വേണുഗോപാലാണ്. അപ്പോൾ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിനോട് ഇഷ്ടമുള്ളവരും സ്നേഹമുള്ളവരും അത് നശിച്ചു കാണരുതെന്ന് ആഗ്രഹമുള്ളവർ ഒരുപാട് പേര് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് കോൺഗ്രസ്. അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ദുരന്തം നേരിട്ട് കാണുന്നുണ്ട്. ഈ കെ.സിയുടെ ഉപദേശം കൊണ്ടാണ് ഈ പാർട്ടി ഇങ്ങനെ പോകുന്നത്. കാരണം രാഹുലിനെ മറികടന്ന് ആർക്കൊന്നും ചെയ്യാനുള്ള ഒരു അവസ്ഥയില്ല. പിന്നെ രാഹുൽ ഗാന്ധിയെ മാറ്റിവെച്ചിട്ടോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ്സിന് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ആ നെഹ്റു എന്ന ഒരു കണക്ഷൻ ഇല്ല, നെഹ്റു കുടുംബം എന്നുള്ള കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ നിമിഷം കോൺഗ്രസ് ഒന്നുമില്ലാണ്ടായി കഴിയും. അതിൻ്റെ ഒരു പിടിയിലാണ് പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇവരുടെ നേതൃത്വ പാഠകങ്ങൾ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും സോണിയുടെയൊക്കെ എത്ര കുറവാണെങ്കിൽ പോലും ഇതിപ്പോഴൊരു കോൺഗ്രസ് പ്രസ്ഥാനമായിട്ട് നിലനിൽക്കുന്നത്. പക്ഷെ അവിടെയും ഈ പറഞ്ഞതുപോലെ ഇപ്പം മുൻപ് അഹമ്മദ് പട്ടേലിനെ പോലെയൊക്കെയുള്ള നല്ല സമർത്ഥന്മാരായിട്ടുള്ള ഉപദേശകന്മാർ സോണിയാഗാന്ധിക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് വീണ്ടും ആ പാർട്ടി അത്യാവശ്യം ഈ പിന്നെ UPA ഗവൺമെൻറ് 1-2 സർക്കാരുകളൊക്കെ നിലനിൽക്കാൻ കാരണം അങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ബലമായ സംശയം, ഈ BJP എന്ന് പറയുന്ന പാർട്ടിയുടെ സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ചാൻസ് പോലും വെറുതെ കളയുന്ന ഒരു പാർട്ടിയല്ല. വളരെ സശ്രദ്ധം കാര്യങ്ങൾ നീക്കിക്കൊണ്ടു പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം പുതിയ BJP അധ്യക്ഷനെ കൊണ്ടുവന്നിട്ട് നിതിൻ നബീൻ കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ആരും ഈ പറഞ്ഞ പോലെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കണ്ടെത്തുകയാണ് പാർട്ടി ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഒരു പുതിയൊരു നിരയെ അവർ വാർത്തെടുക്കുന്ന കാണാൻ കഴിയും. ഒരു 10 വർഷം കഴിയുമ്പോൾ ഇവർ പാർട്ടി ഈ പറഞ്ഞതുപോലെ ഇവരിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ സമയത്ത് ഇപ്പം പിന്നെ മോഡി, അമിത്ഷാ തുടങ്ങിയിട്ടുള്ള നേതൃനിരയുണ്ട്. അതേപോലെ തന്നെ ഇവർ ഓരോ സന്ദർഭങ്ങളും പാഴാക്കി കളയത്തില്ല. എൻ്റെ ബലമായ വിശ്വാസം ഈ കെ.സി. വേണുഗോപാലിൻ്റെ പിന്നിൽ ഒരു ശക്തിയായിട്ട് BJP പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ശശി തരൂരായിരുന്നു പിന്നെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക കാൻഡിഡേറ്റ് എങ്കിൽ 2024 തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേങ്കിൽ കാരണം BJP പ്രതീക്ഷിച്ച സീറ്റൊന്നും കിട്ടിയിട്ടില്ല, കോൺഗ്രസിന് മെച്ചമുണ്ടായി. ഈ മെച്ചം ശശി തരൂരായിരുന്നു ഖാർഗെയുടെ സ്ഥാനത്തെങ്കിൽ ഒരു പക്ഷേങ്കിൽ ചിലപ്പോൾ കോൺഗ്രസ് ചിലപ്പം ഭരണം ഉണ്ടാക്കിയായിരുന്നു. BJP ആകെ പേടിച്ചൊരു സംഗതി അതാ. പക്ഷെ ഒരു കാരണവശാലും ശശി തരൂരിനെ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് വേണുഗോപാൽ രാജ്യം മുഴുവൻ സകല സംവിധാനങ്ങളും എടുത്ത് മലയാളിയായ ശശി തരൂരിനെതിരായിട്ട് മലയാളിയായ കെ.സി. വേണുഗോപാൽ സജീവ പ്രവർത്തനം നടത്തി അവസാനം ശശി തരൂരിനെ ഒഴിവാക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് വന്നു. ഇത്രയും പ്രചാരണം ഔദ്യോഗിക നേതൃത്വം നടത്തിയിട്ടും ശശി തരൂർ 1071 വോട്ട് വാങ്ങി അവസാനം കോൺഗ്രസ് നേതൃത്വത്തിന് ഉപേക്ഷിക്കാൻ വയ്യാണ്ട് അദ്ദേഹത്തിനെ പ്രവർത്തക സമിതി ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല. ഇപ്പോഴും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ഒരു പിന്നെ നേതാവ് തന്നെയാണ് ശശി തരൂർ, ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ പറഞ്ഞതുപോലെ കെ.സി. വേണുഗോപാലിൻ്റെ നിർദ്ദേശമാണ്. അപ്പോൾ കെ.സി. വേണുഗോപാലിനെ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പം നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി അടുത്ത് നിന്ന് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്കുള്ള എപ്പോഴുള്ള ഉപദേശങ്ങളും അതേപോലെ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളും ഒക്കെ തൽക്കാലം ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുന്ന ആർക്കെങ്കിലും ഏൽപ്പിക്കാമെന്നുള്ളൊരു ചിന്തയുണ്ടാവും. അപ്പോൾ താരിഖ് അൻവർക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് പരിപാടി കേരളത്തിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഉദ്ദേശിക്കാമല്ലോ. കാരണം അദ്ദേഹം ഇലക്ഷന് പോലും മത്സരിക്കാതെ ഒരു UDFന് ഭൂരിപക്ഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാനുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ ഉണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്, ഇപ്പം ഒരു തെരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷ നേതാവ് 5 വർഷം നയിച്ചിട്ട്
അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ ഒരു നോർമൽ ചോയ്സ് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല കാര്യത്തിൽ, അല്ലേ? അതെ. അപ്പോൾ ഈ ഒരു 5 വർഷത്തെ അത് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. പിന്നെ ഒരു 22 MLA-മാരുള്ള സമയത്താണ് വി ഡി സതീശൻ കോൺഗ്രസിന്റെ UDF-ന്റെ പ്രതിപക്ഷ നേതാവായിട്ട് മാറുന്നത്, ഇല്ലേ? അതെ. അവിടെ നിന്ന് ഇങ്ങനെ വിജയിക്കും, ഉറപ്പായിട്ട് വിജയിക്കും എന്നുള്ള എല്ലാവരും കരുതുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ആ ഒരു കഴിവും കൂടെ നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ KC വേണുഗോപാൽ കേന്ദ്രത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെടുകയാണെങ്കിൽ ഇവിടെ ആ ജനായത്ത സംവിധാനത്തിനെ ഹൈജാക്ക് ചെയ്യുന്നൊരു പ്രക്രിയ ആയിരിക്കും നടക്കുന്നത്. ഇത് കോൺഗ്രസ്സിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവും. കോൺഗ്രസ്സിൽ ഇപ്പം ഈ K. കരുണാകരനും AK ആന്റണിയും തുടങ്ങി വെച്ച ഗ്രൂപ്പ് പരിപാടികൾ, അതിന് മുമ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഗ്രൂപ്പ് 2 പാർട്ടി പോലെ ആക്കി വളർത്തിയത് രണ്ടുപേരും കൂടെയാണ്. വിശേഷിച്ചും AK ആന്റണി ആയിരുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ നിർണായക പങ്കുവച്ചത്. അപ്പോൾ ഈ ആ ഒരു ശീലം അങ്ങനെ തുടങ്ങി പല 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 ഗ്രൂപ്പുകളായി. ആ ഗ്രൂപ്പുകളെയൊക്കെ വിട്ടിട്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത്യാവശ്യം ഗ്രൂപ്പുകളൊന്നും ഇല്ല, ഒരു ടീം UDF എന്നുള്ള രീതിയിലേക്ക് ആ തെറ്റുകളെ തിരുത്തിക്കൊണ്ടു വന്നതും സതീശനാണ്. അപ്പോൾ സർവ്വഥാ യോഗ്യൻ UDF വന്നു കഴിഞ്ഞാൽ സതീശൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് KC വേണുഗോപാൽ, MP ആയിരിക്കുന്ന KC വേണുഗോപാൽ ഇവിടെ വന്നിട്ട് ഇനി മത്സരിക്കണമെങ്കിൽ ഒരു MLA രാജിവെക്കണം, MP സ്ഥാനത്തേക്ക് ആലപ്പുഴയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം. ഒന്ന് ആലോചിച്ച് നോക്കണം. മാത്രമല്ല കേരളത്തിലേക്ക് KC വേണുഗോപാൽ ഈ തന്ത്രത്തിലൂടെ, കാരണം ജനായത്ത സംവിധാനത്തിനോടോ കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിനോടോ പാർട്ടിയോടോ താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം ഈ രീതിയിൽ സ്വയം കെട്ടിയിറക്കപ്പെടാൻ തയ്യാറാവില്ല. അപ്പോൾ അവിടെ വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം മുഖ്യമന്ത്രി പദം അലങ്കരിക്കണം, എങ്ങനെയെങ്കിലും ബൈ ഹൂക്ക് ഓർ ക്രൂക്ക് അത് പദം തട്ടിപ്പറിക്കണം എന്നൊരു ചിന്ത കൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യം സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ കൂടെ നിർത്താൻ കുറേ സംഘങ്ങൾ വേണ്ടി വരും. അങ്ങനെ വീണ്ടും ഒരു ഗ്രൂപ്പിൻ്റെ ഒരു അവസ്ഥയിലേക്ക് വരും. ആ ഗ്രൂപ്പുകാരെ തൃപ്തിപ്പെടുത്താനായിട്ട് അധികാരത്തിൽ ഇരുന്നുകൊണ്ട് അവർക്ക് വല്ലതും ചെയ്തു കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അതിനെതിരെ പ്രതിഷേധം വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് ഒരു പക്ഷേങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുമ്പ് തന്നെ ചിലപ്പം MLA-മാരുടെ എണ്ണം ചിലപ്പം കൂടാനും സാധ്യതയുണ്ടാവും. ഇതാണ് KC വേണുഗോപാൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നടക്കാൻ പോകുന്നത്. കോൺഗ്രസിൻ്റെ പണി ചിലപ്പം കുറേ നാൾ ഭരിച്ചെന്നിരിക്കും, ചിലപ്പോൾ 5 വർഷം പൂർത്തിയാക്കിയെന്നിരിക്കും. പക്ഷേ അതോടുകൂടി കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ അക്കൗണ്ടും ഏതാണ്ട് ബുദ്ധിമുട്ടാവുന്ന ഒരവസ്ഥയിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് ഇപ്പോൾ KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് അയക്കണം എന്ന് പറയുന്നത്. മറിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ സംഘടനാ സെക്രട്ടറി KC വേണുഗോപാൽ അവിഭാജ്യ ഘടകമാണ്, നേതൃപാഠം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തിന് വിടാൻ തയ്യാറാവൂ? ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവല്ലയിൽ വന്നിട്ട് അനൂപ് ആന്റണിയെ കുറിച്ചിട്ട് പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞത് എന്താ? ഞാൻ മനസ്സോടെയാണ് ഞാൻ തിരുവല്ലയിൽക്കാർക്ക് നിങ്ങൾക്ക് തരുന്നത്, എൻ്റെ വലം കൈയായിരുന്നു എന്ന് പറഞ്ഞു. ആരെങ്കിലും വലം കൈയെ ദാനം ചെയ്യും? ഇല്ലല്ലോ, ഇല്ല. അപ്പം അതുകൊണ്ട് മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി. KC വേണുഗോപാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കേരളത്തിൻ്റെ പൊതു അവസ്ഥ ഇങ്ങനെ. കാരണം ജനായത്ത സംവിധാനത്തിൻ്റെ ഒരു ഡെലിവറി എന്ന് പറയുന്നത് അതിൻ്റെ കെട്ടുറപ്പിലും അതിൻ്റെ എഫിഷ്യൻസിലും അതിൻ്റെ ലീഡറെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുകയാണ്. ലീഡർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാരാണ് നയിക്കുന്നത് എന്നുള്ളതിൻ്റെ, മുഖ്യമന്ത്രി ആരാന്നുള്ളതിൻ്റെ. അപ്പോൾ അത് ഈ രീതിയിലുള്ള ഉപജാപങ്ങളും മറ്റു വഴികളിലൂടെയൊക്കെ പിന്നെ ഇതൊരു പിൻവാതിലിലൂടെ കയറി വരികയല്ലേ, അല്ലേ? ആ പിൻവാതിലിലൂടെ കയറി വരുന്നു. ഇനി അനാവശ്യമായി രണ്ട് തെരഞ്ഞെടുപ്പുകൾ വേണ്ടി വരുന്നു. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണോ? കോൺഗ്രസിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണോ? അതോ രാജ്യ താല്പര്യം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? ഒരു വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ ജനായത്ത സംവിധാനത്തിലെ സാധ്യതകളെ, ഇതെല്ലാം കാണിക്കുന്നത് സാധ്യതകൾക്ക് വേണ്ടിയിട്ടാണ്. ജനായത്ത സംവിധാനത്തിൽ ചില സാങ്കേതിക പഴുതുകൾ ഇട്ടിരിക്കുന്നത് ജനായത്ത സംവിധാനത്തെ ശക്തിപ്പെടുത്താനാണ്. ആ സാങ്കേതിക പഴുതുകളെ ശക്തിപ്പെടുത്താനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള സാങ്കേതിക പഴുതുകളെ അതുപയോഗിച്ച് അതിനകത്തൂടെ ഇത്തരം വേല കാണിക്കുമ്പോൾ ജനായത്ത സംവിധാനമാണ് അതിൻ്റെ കാഷ്വാലിറ്റി എന്ന് പറയുന്നത്. അതായിരിക്കും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്. അത് ഒരു ദുരന്തമായിട്ട് തന്നെ മാറാൻ ഉള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷേ എനിക്ക് സംശയം തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് ഈ ഇപ്പോൾ മുന്നിൽ കണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട 2 നേതാക്കൾ എന്ന് പറയുന്നത് ഒന്ന് VD സതീശനും ചെന്നിത്തലയുമാണല്ലോ. ഇവർ രണ്ടുപേരും അധികാരത്തിൽ വന്നാലും ഈ ഭരണം നേരെ പോവില്ല, ഈ തമ്മിലടിച്ച് തീരും, ഇതിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരാൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റേയാൾ പിടിച്ചു തള്ളിയിടും. അങ്ങനെയാണെങ്കിൽ ഇത് കോൺഗ്രസിന് മെച്ചമാവില്ല എന്ന് കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കിയാൽ
ഇവരെ രണ്ടുപേരെയും രണ്ട് സൈഡിലായിട്ട് നിർത്തിക്കൊണ്ട് കെ.സി. വേണുഗോപാലിനെ നയിക്കാനെ ഏൽപ്പിച്ചാൽ ഉം. ഈ പ്രശ്നത്തിന് പരിഹാരം ഇല്ല, കാണാമെന്ന് അപ്പം വിചാരിച്ചാൽ മൂന്ന് പിടുത്തം വരും, ഇത്രേ ഉള്ളൂ. 3 രീതിയിലാവും. രണ്ട് ഭാഗത്തുനിന്ന് പിടിക്കുന്നതിന് പകരം 3 ഭാഗത്തു നിന്നുള്ള പിടുത്തം വരും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. അല്ലാതെ പ്രശ്ന പരിഹാരത്തിന് ഒരു മാർഗം എന്നുള്ള രീതിക്കല്ല. പ്രശ്ന പരിഹാരത്തിന് മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ലീഡേഴ്സ് പ്രധാനമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ, ഈ 3 നേതാക്കളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ 3 നേതാക്കളിൽ വ്യക്തമായിട്ട് നമുക്കൊരു കേരളത്തെക്കുറിച്ചൊരു ഒരു ഭാവി സ്വപ്നം പങ്കിടുന്ന ഒരു വ്യക്തി. നമുക്കറിയില്ല രമേശ് ചെന്നിത്തലയുടെ സ്വപ്നം എന്താണ്, കെ.സി. വേണുഗോപാലിൻ്റെ സ്വപ്നം എന്താണ്. പക്ഷെ വി ഡി സതീശൻ്റെ സംഭാഷണങ്ങളിലൂടെയും അയാളുടെ ചില ഇൻ്റർവ്യൂകളിലൂടെയൊക്കെ കേരളത്തിൽ എങ്ങനെ വിനിയോഗിക്കാൻ പറ്റും, കേരളത്തിൻ്റെ സാധ്യതകളെ എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളത് നമുക്ക് ധാരണയുണ്ട്. അതേപോലെ ചില നിലപാടുകളുടെ കാര്യത്തിൽ വി ഡി സതീശൻ ഈ പറഞ്ഞതെല്ലാം വെറുതെ ആയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ പുകഴ്ത്തിയതും ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യപരമാണെന്ന് പറഞ്ഞതും ഈ പറയുന്ന ഭൂമി ഉരുണ്ടതാണെന്ന് ശാസ്ത്രത്തിന് മുമ്പേ നബി പറഞ്ഞതായിട്ട് കണ്ടെത്തിയതും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും കോൺഗ്രസിന് അങ്ങോട്ടൊരു പിടുത്തം വരുന്നില്ലല്ലോ, ഇങ്ങനെ ആക്കിയാൽ മതി എന്നൊരു താല്പര്യം അല്ല, കാണിക്കുന്നില്ല. അതിനകത്ത് നമ്മളൊരു കാര്യം ചെയ്യാൻ മനസ്സിലാക്കേണ്ട സാധനം, ഒരു 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 വ്യക്തിയെ ആണെങ്കിലും പ്രസ്ഥാനമാണെങ്കിലും ഏത് സംഗതി ഒരു പ്രവൃത്തിയാണെങ്കിൽ പോലും ഒരു പ്രവൃത്തിയും 100% വൃത്തിയായിട്ടുള്ള പ്രവൃത്തിയില്ല, ഉണ്ടോ? ഇല്ല. ഇല്ല. ഏതെങ്കിലും ഒരു പ്രവൃത്തി 100% വൃത്തികേടായിട്ടുള്ളതുണ്ടോ? ഇല്ല. ഇല്ല, അതുമില്ല. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാവും സാധനം. അപ്പോൾ ഈ ഒരു ഒരു വ്യക്തിയുടെ നമ്മൾ ചില നേതൃ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സമയത്ത് അയാൾ കൂടുതലായിട്ട് നിൽക്കുന്ന സംഗതി എന്ത് എന്നത് ഒരു കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ആ ഒരു സംഗതി കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് അയാളുടെ നെഗറ്റീവിന് അല്ലെങ്കിൽ വിപരീതാത്മകമായ ഭാവത്തിനെ മറികടക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ പൊല്യൂഷനാണെന്ന് പറയുന്നത്, ഡൽഹിയിൽ പൊല്യൂഷനാണ് അല്ലേ? പക്ഷേ അവിടെ ഓക്സിജന്റെ അളവ് ഒരു ഇത്തിരിയെങ്കിലും കാർബൺ ഡയോക്സൈഡിനെക്കാട്ടി മുകളിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ലായിരിക്കും അവിടെ. ഇപ്പൊ പോലും അവിടെ അത്രയും നിൽക്കുന്നതുകൊണ്ടാണ് ഡൽഹിയിൽ ആൾക്കാർ നിൽക്കുന്നതിലെ മരിച്ചു വീഴാത്തത്, അല്ലേ? എന്ന് പറഞ്ഞതുപോലെയാണ് ഈ രണ്ട് കാര്യങ്ങളുടെയും അവസ്ഥ. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ വ്യക്തികളെ നമ്മൾ ഓരോ പലപ്പോഴും നമുക്കൊരു വിലയിരുത്തേണ്ട ആവശ്യം വരികയാണെങ്കിൽ വിലയിരുത്തേണ്ടത് ഈ ഒരു അനുപാതത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഈ 3 നേതാക്കന്മാരിലും വെച്ചിട്ട് ഉദാഹരണത്തിന് ഇപ്പോൾ കോൺഗ്രസിനെ വിജയിക്കും, അധികാരത്തിൽ വരും എന്നെല്ലാവരും എല്ലാ സർവേകളും പറയുന്നുണ്ട്. ആ സർവേകൾ പറയുന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തിച്ചതിൻ്റെ ഒരു മുഖ്യ ഉത്തരവാദിത്വം സതീശനുണ്ട്. അപ്പോൾ ആ സതീശനും കൂടെ കൊടുത്ത ഒരു വോട്ടായിരിക്കും UDF അധികാരത്തിൽ വരികയാണെങ്കിൽ കേരളം അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിനെ അടിച്ചു മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ജനായത്ത സംവിധാനത്തോട് കാണിക്കുന്ന അനാദരവും അല്ലെങ്കിൽ അതിനെ ദുഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയായിട്ട് മാറും.